യെസ്, പ്രൊഫസർ അനിൽകുമാർ, ഇപ്പോഴും ഇതിൻ്റെ ഒരു സീരിയസ്നെസ്, എത്രത്തോളം ഗുരുതരമാണ് ഈ സ്ഥിതിവിശേഷം എന്ന് കോൺഗ്രസ്സുകാർ മനസ്സിലാക്കുന്നില്ല, വിശിഷ്യ ഹൈക്കമാൻഡ് മനസ്സിലാക്കുന്നില്ല എന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പം നോക്കൂ, കേരളത്തെ KC നയിക്കും, കേരളത്തെ VD നയിക്കും എന്ന പോസ്റ്റർ ഇറങ്ങുന്നുണ്ട്. ഇപ്പോൾ ചിത്രത്തിൽ രമേശ് ചെന്നിത്തലയില്ല. ഇപ്പോൾ KC ഓർ VD എന്നൊരവസ്ഥയായിട്ടുണ്ട്. ഹൈക്കമാൻഡ് തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് ജയറാം രമേശ് പറയുന്നു. നാളെ 11 മണിക്ക് പ്രഖ്യാപനമുണ്ടാകും എന്നും പറയുന്നുണ്ട്. പക്ഷേ നാളെ 11 മണി കഴിഞ്ഞ് നമുക്ക് അറിയാം എന്താണ് അവസ്ഥ എന്നുള്ളത്. അപ്പോൾ ഈ വല്ലാതൊരു ഉത്കണ്ഠയിലാണ്, വല്ലാതൊരു ഒരു 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 ആശയക്കുഴപ്പത്തിലാണ് ഹൈക്കമാൻഡ് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കും. നേരത്തെ സജീവൻ ചൂണ്ടിക്കാണിച്ചതുപോലെ ഹൈക്കമാൻഡ് തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരാളിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അത് പറയാത്തത്? എന്തിനാണ് ആ വിഷമം? നമുക്കറിയാം, ഈ ലോകം അങ്ങനെ അങ്ങ് പുരോഗമിച്ചിരിക്കുകയാണ്. പിന്നെ ഇപ്പോഴും പോകുന്നുണ്ട്, ഡൽഹിയിൽ യാത്ര പോകുന്നുണ്ട്, അതൊക്കെ ശരി തന്നെ. പക്ഷേ എങ്കിലും ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഹൈക്കമാൻഡ് എൻഡോസ് ചെയ്ത് ഹൈക്കമാൻഡ് അത് ഔദ്യോഗികമായി അറിയിക്കുന്നു എന്നുള്ളൊരു ചുമതല ഒരു തുണ്ട് പേപ്പറിൽ മതി. അതിനാളെ വിളിച്ചു കൂട്ടി വാർത്താ സമ്മേളനം നടത്തേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ അതിന് മുതിരാത്ത എന്തോ ഉണ്ട്, ഹൈക്കമാൻഡിനെ പിൻവലിക്കുന്ന എന്തോ ഉണ്ട്. എന്തായിരിക്കാം അത്? പ്രൊഫസർ അനിൽകുമാർ, താങ്കളുടെ കണ്ണിൽ എന്താണ് ആ ഒരു പ്രതിബന്ധം? എന്താണ് ഈ പ്രഖ്യാപനത്തിന് തടസ്സം നിൽക്കുന്നത്? എന്തായിരിക്കാം? ഇപ്പൊ കോൺഗ്രസ് പാർട്ടിയുടെ പലയിടത്തു നിന്നും വരുന്ന ചില കമന്റുകൾ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് ഇതൊക്കെ ഘടകകക്ഷി വരുത്തി വെച്ച പ്രശ്നമാണെന്ന നിലയിലേക്ക് ഇതിനെ മാറ്റാൻ ശ്രമിക്കുന്നതായിട്ട് എനിക്ക് സംശയം വരുന്നു. കാരണം പലതരത്തിലുള്ള ചർച്ചകൾ ഇപ്പൊ അങ്ങനെ വേറൊരു തരത്തിൽ തുടങ്ങി കഴിഞ്ഞിരിക്കും. ഞാനിപ്പോ ബേസിൽ പറഞ്ഞ അഭിപ്രായം, ഏതെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയ കക്ഷിയെ ഉയർത്തി കാണിക്കുവാനോ ഇകഴ്ത്തി കാണിക്കുവാനോ വേണ്ടി ഇവിടെ സംസാരിക്കുന്ന ഒരാളല്ല. പക്ഷെ അങ്ങ് പറഞ്ഞതുപോലെ ഇടതുപക്ഷം 18 ദിവസം എടുത്തെങ്കിൽ അതൊരു മന്ത്രിസഭയുടെ രൂപീകരണത്തിനും പ്രഖ്യാപനത്തിനും ആയിരുന്നു, മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനായിരുന്നില്ല എന്ന് നമ്മൾ ആലോചിക്കണം. 18 ദിവസം കൊണ്ട് നിങ്ങൾക്ക് 20 ദിവസം കൊണ്ട് ഈ മന്ത്രിസഭ സ്പീക്കറെ ഉൾപ്പെടെ തീരുമാനിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ സ്വാഭാവികമായും അത് അംഗീകരിക്കപ്പെടേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഇപ്പോഴും ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഇവിടെ ഈ മുഖ്യമന്ത്രി പ്രസ്താവനകളുമായി ബന്ധപ്പെട്ട് 2-3 പ്രശ്നങ്ങളെ കണക്ട് ചെയ്ത് കാണണം. ഒന്ന്, ഈ ചിത്രത്തിൽ എങ്ങും ഇല്ലാതിരുന്ന ഞാൻ ഒരിക്കലും മുഖ്യമന്ത്രി ആകില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോ അത് ഞാൻ ആ ഭാഗത്തേക്ക് ഇല്ല എന്ന് പറഞ്ഞ ആളിന്റെ പേര് എന്തുകൊണ്ട് കോൺഗ്രസ് പാർട്ടി പരിഗണിക്കുന്നു എന്നൊരു ചോദ്യം ചോദിച്ചാൽ എന്ത് മറുപടി ആയിരിക്കും കോൺഗ്രസ് പാർട്ടിക്ക് ജനങ്ങളോട് പറയാനാവുക എന്ന് നമ്മൾ ആലോചിക്കണം. അപ്പൊ അനിൽ നമ്പ്യാർ ചോദിച്ചൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്, എന്താണ് ഇതിനെ നയിക്കുന്ന ഘടകം? അതായത് ഇങ്ങനെയുള്ള പേരുകളൊക്കെ വരുമ്പോൾ അതിനെ പരിഗണിക്കേണ്ടി വരുന്ന ഘടകം എന്താണ്? ആ ഘടകമാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചത്. അതിന്റെ ഫണ്ട് മൊബിലൈസേഷൻ, വിവിധ വ്യവസായ ഗ്രൂപ്പുകളുടെ താല്പര്യങ്ങൾ, വിവിധ വ്യക്തികളുടെ താല്പര്യങ്ങൾ, പല സമ്മർദ്ദ ഗ്രൂപ്പുകളുടെ താല്പര്യങ്ങൾ. ഈ താല്പര്യങ്ങളെ അതിജീവിച്ചുകൊണ്ട് ശക്തമായ ഒരു തീരുമാനം എടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സംഘടനാ സംവിധാനമാണ് ഹൈക്കമാൻഡ്. ഹൈക്കമാൻഡിന്റെ മുന്നിൽ ഒരു പ്രശ്നം എത്തിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അത് പരിഹരിക്കുക എന്നുള്ളതാണ്. അത് ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ മണിക്കൂറും ഹൈക്കമാൻഡ് അതിൽ വീഴ്ച വരുത്തുമ്പോൾ മറ്റുള്ളവർക്ക് വിമർശിക്കുവാൻ അവസരം കൊടുക്കുകയാണ്, പറയുകയാണ് ഹൈക്കമാൻഡിന് അതിന് ശേഷിയില്ലാത്തത് കൊണ്ടാണെന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ അത് അംഗീകരിക്കേണ്ടി വരും. കാരണം നിലവിൽ എല്ലാവർക്കും കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവും. ഇപ്പം MLA-മാരെ കാണണം, അത് കണ്ടിട്ട് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ഇത്തരത്തിൽ ഒരു ചർച്ചയും വന്നില്ല. ഉടനെ തീരുമാനം ഉണ്ടാകുമെന്നാണ് കരുതിയത്. അതിനുശേഷം ഘടകകക്ഷികളുമായിട്ട് ആലോചിക്കണമെന്ന് പറഞ്ഞാൽ അപ്പോഴും ആളുകൾ ഒന്നും പറഞ്ഞില്ല. പക്ഷേ ചിത്രത്തിൽ ഇല്ലാത്തവരുടെ പേരുകൾ വരികയും അതിൽ തട്ടി ചർച്ചകൾ മുന്നോട്ട് പോവുകയും തീരുമാനം കൃത്യമായി പ്രഖ്യാപിക്കാതെ നീണ്ടു പോവുകയും ചെയ്തപ്പോഴാണ് പബ്ലിക്കിന്റെ ഇടയിൽ, പൊതുജനത്തിന്റെ ഇടയിൽ വലിയ വിമർശനം ഉണ്ടായി വന്നത്. കോൺഗ്രസ് പാർട്ടി ഇപ്പോൾ അധികാരത്തിൽ വരുമ്പോൾ എല്ലാവർക്കും വലിയ പ്രതീക്ഷയോടുകൂടിയാണല്ലോ ഇത്രയും വലിയൊരു ഭൂരിപക്ഷം നൽകി വിടുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഒരു നിമിഷം വൈകാതെ അവർക്ക് ആ ഭരണത്തിന്റെ മികവ് ലഭ്യമാക്കുക എന്നൊരു ബാധ്യത കോൺഗ്രസ് പാർട്ടിക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത്, നീണ്ടുപോകാം, നാളെ വന്നേക്കാം, പക്ഷെ മറ്റന്നാൾ വന്നേക്കാം. പക്ഷേ തീരുമാനം ജനഹിതത്തിന് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഏറ്റവും വലിയൊരു ഇപ്പം ബേസിൽ പറയുന്നു, അപ്പൊ നാളെ ജനഹിതത്തിന് വിരുദ്ധമായ ഒരു തീരുമാനം വരില്ല എന്ന് നമ്മൾ ആഗ്രഹിക്കാം, ആശിക്കാം. ഇനി അങ്ങനെ കൂടി ഒരു തീരുമാനം വന്നാൽ കോൺഗ്രസ് പാർട്ടിക്ക് വരുന്ന തെരഞ്ഞെടുപ്പിൽ എന്തായിരിക്കും അവസ്ഥ? ഇനി അങ്ങനെ വരുന്ന ഒരു സ്ഥാനാർത്ഥിക്ക് മറ്റെവിടെയെങ്കിലും മുഖ്യമന്ത്രി ആകേണ്ടി വരുന്ന ഒരാൾക്ക് മറ്റെവിടെങ്കിലും മത്സരിക്കേണ്ടി വന്നാൽ എന്ത് മറുപടിയാണ് ജനങ്ങളോട് പറയുക? അപ്പോ ഞാൻ അതുകൊണ്ടാണ് ആദ്യമേ പറഞ്ഞത്, നിങ്ങൾ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒരു വ്യക്തിയെ പരിഗണിക്കുമ്പോൾ ആദ്യം ചില മാനദണ്ഡങ്ങൾ ഫിക്സ് ചെയ്യണം.
ആ മാനദണ്ഡം പൊതുജനങ്ങളോട് പറയാനാകണം. ഈ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ ജനങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാവും. ഇതൊന്നും മനസ്സിലാക്കാതെ ഞങ്ങൾ കുറച്ച് സീനിയർ ആയിട്ടുള്ള നേതാക്കന്മാരുടെ പേരുകൾ ചർച്ച ചെയ്ത് പരിഗണിക്കും എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ആളുകൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. ഇടതുപക്ഷം ഈ താത്വികപരമായ കാര്യങ്ങൾ പറഞ്ഞ് ജനങ്ങളുടെ കണ്ണിൽ കുറെ നാൾ പൊടിയിട്ട് മുന്നോട്ട് കൊണ്ടുപോയത് കൊണ്ട് ജനങ്ങൾ എന്ത് മറുപടിയാ കൊടുത്തതെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. ആ അവസ്ഥ കോൺഗ്രസിന് വരാതിരിക്കാനാണ് ഈ പറയുന്നത്. അല്ലാതെ 2 ദിവസം അധികാരത്തിൽ അങ്ങോട്ട് കയറാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ വിമർശിക്കുന്നത് എന്തിനു വേണ്ടിയാ? നമുക്കതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും കിട്ടാനില്ല. ഏറ്റവും നമുക്ക് വേണ്ടത് നല്ലൊരു മുഖ്യമന്ത്രിയെ കേരളത്തിന് ഉണ്ടാവുക. ജനങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്, ഇംഗിതത്തിനനുസരിച്ച് ഒരു മുഖ്യമന്ത്രിയെ പ്രൊവൈഡ് ചെയ്യാൻ കോൺഗ്രസ് പാർട്ടിക്ക് എത്രയും പെട്ടെന്ന് കഴിയുക എന്നുള്ളതാണ്. അതിന് കഴിയട്ടെ. അതിന് വൈകുന്ന ഓരോ നിമിഷവും വിമർശനങ്ങൾ ഏൽക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ അത് സ്വാഭാവികമാണ്. അതിനെ ആ ജനാധിപത്യ മനസ്സോടുകൂടി കാണുകയും വേണം. അതൊരു പക്ഷേ ആ പാർട്ടിക്ക് ഏതെങ്കിലും തരത്തിലുള്ള തിരിച്ചടികൾ ഏതെങ്കിലും പ്രദേശത്ത് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇത് കൂടുതൽ ചർച്ചകൾ സങ്കീർണമാകും തോറും ദോഷം വരുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ BJPക്കോ അല്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ദോഷം വരുന്ന കോൺഗ്രസ് പ്രസ്ഥാനത്തിന് തന്നെയാണ്. ഇത്രയും വലിയ ഭൂരിപക്ഷത്തോട് വോട്ട് കൊടുത്ത എത്രയോ ആളുകൾ പറയുന്നുണ്ടെന്ന് അറിയാമോ? ഇതിനേക്കാൾ വലിയ കഷ്ടമായി പോയല്ലോ, ഇങ്ങനെയാണെങ്കിൽ മറ്റവര് മതിയായിരുന്നല്ലോ. എന്തുകൊണ്ട് ഈ പ്രസ്താവന ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു? അതിൽ നാണോ ഇല്ലേ നമുക്ക്? അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സ്വാഭാവികമായും ഈ സമ്മർദ്ദ താല്പര്യങ്ങളെയും അതുപോലെ തന്നെ വിവിധ തരത്തിലുള്ള താല്പര്യ ഗ്രൂപ്പുകളെയും മറികടന്ന് പോകുവാനുള്ള ശേഷിയുള്ള ഒരു ഹൈക്കമാൻഡ് വേണം തീരുമാനമെടുക്കാൻ. അതിനില്ലാത്തത് കൊണ്ടാണോ ഈ തീരുമാനം വൈകുന്നത് എന്നുള്ള ചോദ്യം ചോദിച്ചാൽ അതിന് മറുപടി ഇല്ല. അതുകൊണ്ടാണ് അനിൽ നമ്പീർ കൃത്യമായിട്ട് ചോദിച്ചത്, എന്തിൽ തട്ടിയാണ് ഇത് പോകുന്നത്? എന്തിൽ തട്ടിയാ പോകുന്നത്? താല്പര്യ ഗ്രൂപ്പുകളുടെ സമ്മർദ്ദത്തെ അതിജീവിച്ചു പോകാൻ, അതെ, താല്പര്യ ഗ്രൂപ്പുകളുടെ സമ്മർദ്ദത്തെ, ഈ താല്പര്യ ഗ്രൂപ്പുകൾ പറഞ്ഞാൽ വാദമാണെങ്കിലും ഉന്നയിക്കാം. അതായത് KC വേണുഗോപാൽ അല്ലേ, രാഹുലുമായിട്ട് ഉറ്റ സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന വ്യക്തി, രാഹുലിൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരെന്ന് പറയാം, സംഘടനാ കാര്യങ്ങളുടെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ്. സ്വാഭാവികമായിട്ടും രാഹുലിനും താല്പര്യമുണ്ടാകും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആക്കുക എന്നുള്ളത്. കാരണം ഇതിനകം തന്നെ ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ആ ഒരു ആഗ്രഹം അറിയിച്ചിട്ടുണ്ടാകും രാഹുലിനെ. അതുമാത്രമല്ല, കേന്ദ്രത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ, ഇപ്പോൾ ഇവിടെ നിരീക്ഷകരായിട്ട് വന്ന മുകുൾ വാസ്നിക്, അജയ് മാക്കൻ, ഇവർക്കൊക്കെ എത്രയും പെട്ടെന്ന് KC അവിടെ നിന്ന് ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് കൊണ്ടുവരണം. കാരണം ഇവർക്കൊന്നും രാഹുലുമായിട്ട് ആശയവിനിമയം പോലും നടത്താൻ പറ്റുന്നില്ല. അവിടെ KC ആണ്, KC എപ്പോഴും കൂടെയുണ്ട്. KC അവിടെ ഉള്ളിടത്തോളം കാലം ഇവർക്ക് ഒരു കാര്യവും നടത്താൻ പറ്റില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് KC അവിടെ നിന്ന് ഒഴിവാക്കുക, അങ്ങനെ ഒരു അജണ്ട അവർക്കുണ്ട്. ഇപ്പോൾ KCയുടെ മനസ്സിൽ ഉള്ള ഒരാഗ്രഹമാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാവുക. രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതെന്ന് പറഞ്ഞ പോലെ ഈ അജയ് മാക്കൻ ഉൾപ്പെടെയുള്ള ടീം അവരാണെങ്കിൽ ഇദ്ദേഹത്തെ അവിടുന്ന് എങ്ങനെയെങ്കിലും മാറ്റിയകറ്റാനുള്ള ശ്രമത്തിലും ആണ്. അപ്പോൾ KCക്ക് അനുകൂലമായിട്ട് തറക്ക് വീഴും. ഇവിടെയുള്ള MLA-മാരിൽ ഭൂരിപക്ഷവും, കോൺഗ്രസിൻ്റെ 63 MLA-മാരിൽ ഭൂരിപക്ഷവും വലിയൊരു മെജോറിറ്റി തന്നെ KCയെ പിന്തുണക്കുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ്? KCയോടുള്ള ആഗ്രഹം കൊണ്ടല്ല, KC മുഖ്യമന്ത്രിയാകണമെന്ന താല്പര്യം കൊണ്ടല്ല, മറിച്ച് KCക്ക് അത്രയും സ്വാധീനമുണ്ട്. KC വലിയൊരു ശക്തിയായിട്ട് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിൽക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ഒരു ഡിബേറ്റിൽ പറഞ്ഞത്, അതായത് DGP അവിടെ നിൽക്കുന്ന സമയത്ത് ആരും സർക്കിൾ ഇൻസ്പെക്ടർക്കോ അല്ലെ സബ് ഇൻസ്പെക്ടർക്കോ വോട്ട് ചെയ്യില്ലല്ലോ. അപ്പോൾ അത് സമ്മർദ്ദം ചെലുത്തി ചെയ്യിപ്പിച്ചതാണ്, ഒരു സംശയമില്ല അക്കാര്യത്തിൽ. പക്ഷേ വലിയൊരു സ്വീകാര്യത കോൺഗ്രസ് പ്രവർത്തകർ മാത്രമല്ല, ഈ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ മാത്രമല്ല, അപ്പുറത്തുള്ള ആളുകൾ, കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി പിന്നെ കോൺഗ്രസ്സിന് വോട്ട് ചെയ്ത ആളുകൾ, CPM ഉൾപ്പെടെയുള്ള ആളുകൾ സതീശൻ വരണം എന്ന് ആഗ്രഹിക്കുന്നു. അതാണ് കാരണം. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ അവർ അംഗീകരിച്ചിട്ടുണ്ട്. ഈ സതീശൻ്റെ പ്രവർത്തനം ഒന്നുകൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ സതീശൻ UDFന് നേതൃത്വം നൽകിയത് കൊണ്ട് മാത്രമാണ് ഈ UDF അധികാരത്തിലേറിയെന്ന് വിശ്വസിക്കുന്നു. മറിച്ചാണ് സംഭവിച്ചത്. അവിടെ പിണറായി സർക്കാർ ദുർബലമായി, പിണറായിയുടെ ദുഷ്ചെയ്തികൾ, അതിന് എതിരെയുള്ളൊരു വോട്ടാണ് നൽകിയത്. പക്ഷെ നോക്കൂ, ഈ ഒരു കോൺഫ്ലിക്റ്റ്, ഈ ഒരു ആശയപരമായിട്ടുള്ളൊരു സംഘടനയാണെന്നൊന്നും പറയാൻ ഞാൻ മുതിരുന്നില്ല. പക്ഷേ എങ്കിലും ഈ ഒരു കോൺഫ്ലിക്റ്റ്, ഈ ഒരു സംഘർഷം മറികടക്കേണ്ടത് ഹൈക്കമാൻഡാണ്. ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞ ഒരൊറ്റ വ്യക്തിയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ കാർഗേക്കൊന്നും ഒരു റോളുമില്ല. ഇപ്പം രാഹുൽ ഈ പറഞ്ഞതുപോലെ ഒരു തീരുമാനം എടുത്താൽ, അഥവാ KCക്ക് അനുകൂലമായിട്ടുള്ള നിലപാട് എടുത്താലും KCക്ക് എതിരായിട്ടുള്ള നിലപാട് എടുത്താലും പെടാൻ പോകുന്നത് രാഹുലല്ലേ?
മറിച്ചൊരു കാര്യം കൂടിയുണ്ട്. തീർച്ചയായിട്ടും അങ്ങ് പറഞ്ഞ അല്ല, മറിച്ചൊരു കാര്യം കൂടിയുണ്ട്. രാഹുലിൻ്റെ പലതും KC-യുടെ കൈകളിലും ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായും അതൊക്കെ വെച്ച് വിലപേശം നടത്തുന്നതാണോ ഈ രാഹുലിന് ഉറക്കം നഷ്ടപ്പെട്ടിട്ട് ഇപ്പോൾ 10 ദിവസം കഴിഞ്ഞു. സ്വാഭാവികമായിട്ട് അതായിരിക്കുമോ ഈ ഒരു സംഘർഷത്തിന് എന്നാണ് ഈ സംഘർഷം അയവുണ്ടാകുന്നത്? എന്നാണ് ഈ സംഘർഷം ലഘൂകരിക്കാൻ പോകുന്നത്? ഇപ്പോഴും ഇതെങ്ങനെ പരിഹരിക്കുന്നുള്ള മനസ്സിലാകാത്ത ആശങ്ക ഇവർക്ക് മാത്രമല്ല, കോൺഗ്രസ് പ്രവർത്തകർക്ക് മാത്രമല്ല. അനിൽജി പറഞ്ഞതിനെ പൂർണ്ണമായും ഈ സംശയങ്ങൾക്ക് ഇടവരുത്തുന്ന പ്രസ്ഥാനമായി കോൺഗ്രസ് മാറിയതുകൊണ്ടാണ്. ഇപ്പൊ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിത്രത്തിൽ ഇല്ലാത്ത ഒരാൾ എങ്ങനെ വരുന്നു? ഇതാണ് എന്റെ ചോദ്യം. ഇപ്പം KC വേണുഗോപാൽ എങ്ങനെയാണ് മുഖ്യമന്ത്രിയാകാനുള്ള ക്ലെയിം ഉന്നയിക്കുന്നത്? അപ്പൊ പറയാം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയൊക്കെ ഒരു കേഡർ സ്വഭാവം അനുസരിച്ചാണെങ്കിൽ മുകളിൽ വരുന്ന സീനിയോറിറ്റി ഉള്ള അവരാകും എന്ന് പറഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാം. പക്ഷേ തെരഞ്ഞെടുപ്പിന് മുമ്പ് അദ്ദേഹം വന്നിട്ട് പറയുകയാണ് മുഖ്യമന്ത്രി സ്ഥാനം എന്നെ അതിന് കൂട്ടണ്ട എന്ന് ജനങ്ങളോട് പച്ചയ്ക്ക് നുണ നീക്കിയാൽ ഇത് കാണാത്ത ആളുകളാണോ? അപ്പൊ സ്വാഭാവികമായിട്ടും ആളുകൾ എന്താ സ്വാഭാവികം? ഇപ്പം രമേശ് ചെന്നിത്തല എന്ന് പറഞ്ഞാൽ അതിനകത്ത് ജനങ്ങൾക്ക് മനസ്സിലാകും. VD സതീശൻ എന്ന് പറഞ്ഞാലും ജനങ്ങൾക്ക് മനസ്സിലാകും. ഇവർ രണ്ടുപേരും മാത്രമാണ് മത്സരരംഗത്തെങ്കിൽ അത് പറഞ്ഞാലും മനസ്സിലാവും. പക്ഷെ അതിനേക്കാൾ ഉപരി ചിത്രത്തിൽ എങ്ങും ഇല്ലാത്ത ഒരാളിൽ തട്ടി ഈ പേര് ഇത്രയും മുന്നോട്ടോ ഇനി എത്ര ഇല്ലെന്ന് പറഞ്ഞാലും ജനങ്ങളുടെ കണ്ണിൽ ഇതൊക്കെ നമുക്ക് പറയാം, ഇല്ല അത് പാർട്ടി തീരുമാനിക്കും, ഇതൊക്കെ നമുക്ക് പറയാം. പക്ഷെ യാഥാർത്ഥ്യം എന്താണെന്ന് ജനങ്ങൾക്കറിയാമല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത് ഈ ചർച്ചകൾ ഇതിപ്പം അനിൽജി ചോദിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അതായത് എന്തുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് ഇതിനകത്ത് തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഹൈക്കമാൻഡ് ആയാലും ഹൈക്കമാൻഡിന് കമാൻഡ് നൽകുന്ന ആളായാലും അതിന് ആ ശേഷി ഇല്ലാതെ പോകുന്നത് കൊണ്ടാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പൊ ജനാധിപത്യപരമായ ചർച്ചകൾ നടത്തി തീരുമാനങ്ങൾ എടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഈ തീരുമാനങ്ങൾ എന്ന് പറഞ്ഞാൽ 2 തരത്തിലാണ് വരുന്നത്. നമ്മളൊരു ഭരണരംഗത്ത് തീരുമാനം എടുക്കുമ്പോൾ ഇപ്പൊ കരുണാകരനെ കുറിച്ച് എല്ലാവരും പ്രത്യേകം പ്രശംസിക്കുന്ന ഒരു കാര്യമുണ്ട്. തെറ്റായാലും ശരിയായാലും തീരുമാനം അപ്പോൾ വരും. സഡനാണ് തീരുമാനങ്ങൾ. ഇപ്പൊ രാഷ്ട്രീയത്തിൽ തീരുമാനങ്ങൾ എന്ന് പറഞ്ഞാൽ ടൈമിലിയാണ്. ഇന്ന് എടുക്കേണ്ടുന്ന തീരുമാനം നാളെ എടുത്തിട്ട് കാര്യമൊന്നുമില്ല. ഇപ്പൊ 4-5 ഭൂരിപക്ഷം ഇല്ലാത്ത രാഷ്ട്രീയ പാർട്ടികൾ ഇതര സംസ്ഥാനങ്ങൾ ഇതിനോടൊപ്പം വലം വന്നെടുത്ത് മന്ത്രിസഭ രൂപീകരിച്ചു കഴിഞ്ഞു. ഇപ്പൊ ചാക്കിട്ട് പിടിച്ചോ അല്ലാതെ പിടിച്ചോ എങ്ങനെയാലും മന്ത്രിസഭ രൂപീകരണം കഴിയുന്നേ. അപ്പൊ ഇവിടെ വലിയ മൃഗീയ ഭൂരിപക്ഷം കിട്ടിയ ഒരു പ്രസ്ഥാനത്തിന് ഞങ്ങൾ ചർച്ച നടത്തട്ടെ, ഞങ്ങൾ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നു, അതുകൊണ്ട് ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തീരുമാനിക്കാം, സമയം പോലെ പറയാം, 23-ാം തീയതി വരെ സമയമുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞാൽ അതൊരു തന്നെ ഇറസ്പോൺസിബിലിറ്റിയാണ്. ഞങ്ങൾക്കൊരു 5 ദിവസത്തെ സമയം വേണം, അല്ല ഒരു 10 ദിവസത്തെ സമയം വേണം. ആ സമയത്തിനുള്ളിൽ ഞങ്ങളെ ഘടകങ്ങൾക്ക് തീരുമാനമെടുക്കും. ഞങ്ങൾ പ്രധാനമായിട്ട് ഇന്ന മാനദണ്ഡങ്ങൾ എടുക്കും. ഇതൊന്നും പറയാൻ കോൺഗ്രസ് പാർട്ടിക്ക് ആകുന്നില്ല എന്നുള്ള ഒരു മാനദണ്ഡം പറയാനാകുന്നില്ല. അതാണ് പ്രശ്നം. ഒരു മാനദണ്ഡം വെച്ചാൽ ഇത് നേരത്തെ പറഞ്ഞതുപോലെ നീ എന്നെ പിന്താങ്ങിയില്ലെങ്കിൽ ഞാൻ നിന്നെ പിന്താങ്ങില്ല, നീ എനിക്ക് പ്രശ്നം ഉണ്ടാക്കിയാൽ ഞാൻ നിനക്ക് പ്രശ്നം ഉണ്ടാക്കും. ഇതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം. അതുകൊണ്ട് രാഹുൽ ഗാന്ധിക്കും തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല. മല്ലികാർജുന ഖാർഗെ, ഞാൻ പറയുന്നത് ഇവിടെ ഏറ്റവും കൂടുതൽ ധർമ്മസങ്കടത്തിലായിരിക്കുന്നത് ഖാർഗെയാണ്. ഖാർഗെ ഇതിന്റെ എല്ലാം നടുക്ക് നിൽക്കുകയാണ്. ഒരു തീരുമാനത്തിലും എത്താൻ കഴിയുന്നില്ല. അല്ല, അത് മാത്രമല്ല, AICC അധ്യക്ഷനാക്കാൻ ഖാർഗെയെ AICC അധ്യക്ഷനാക്കാൻ മുൻകൈയെടുത്തത് KC ആണല്ലോ. അപ്പൊ ഖാർഗെക്കും KCയെ തള്ളി പറയാൻ പറ്റില്ല. പക്ഷേ പ്രധാനപ്പെട്ട നേതാക്കന്മാർ കേരളത്തിലെ, അതായത് പരിണിതപ്രജ്ഞരായിട്ടുള്ള പഴയകാല നേതാക്കന്മാരുടെ എല്ലാ അഭിപ്രായങ്ങൾ ഇതിനോടകം തന്നെ വന്നു കഴിഞ്ഞു. അത് ജനഹിതത്തെ റിഫ്ലക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ജനഹിതത്തെ പുറത്തേക്ക് വരുന്ന ഒരു അഭിപ്രായമാണ്. അതിനോടൊപ്പം നിൽക്കാനും വയ്യ, ജനഹിതത്തിനോടൊപ്പം നിൽക്കാനും വയ്യ, ഈ പറയുന്നത് പോലെ ചില സ്രോതസ്സുകളെ തഴയാനും വയ്യ എന്ന് പറഞ്ഞ രീതിയിൽ മുതിർന്ന നേതാക്കളെ അല്ലെ KPCCയുടെ മുൻ അധ്യക്ഷന്മാരെയൊക്കെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചതൊക്കെ പ്രവർത്തകരുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു അടവ് മാത്രമല്ലേ? അല്ലാതെ എന്ത് അറിയാം, ഫോണിൽ വിളിച്ചു ചോദിച്ചാൽ പോരെ? ഇവരൊക്കെ അങ്ങോട്ട് പോകേണ്ട കാര്യമുണ്ടോ? ഞാൻ അതിനെ പോലും അംഗീകരിച്ചു കൊടുക്കുകയാണ്. ഒരു ജനാധിപത്യ പാർട്ടി എന്ന നിലയിൽ അതിനെ പോലും അംഗീകരിക്കുകയാണെന്ന് നോക്കാം. ഓക്കെ, അവർ വിളിക്കുന്നു, അവർ ചർച്ച നടത്തുന്നു, അവരുടെ ആഭ്യന്തര കാര്യമാണ്. പക്ഷെ എന്റെ ചോദ്യം ഇതാണ്, ചിത്രത്തിൽ ഇല്ലാത്ത ഒരാളുടെ പേര് ഏത് ഘടകത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് കോൺഗ്രസ് പാർട്ടി പരിഗണിക്കുന്നത്? ചിത്രത്തിൽ തെരഞ്ഞെടുപ്പ് രംഗത്ത് വരാത്ത, തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒരിക്കലും വരാത്ത ഒരു വ്യക്തിയെ ആ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നുണ്ടെങ്കിൽ അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അതിന്റെ മാനദണ്ഡം എന്താണ്? അത് ജനങ്ങളോട് പറയേണ്ട ബാധ്യതയുണ്ട്. അവിടെയാണ് ഈ സംശയങ്ങൾ ഉണ്ടാകുന്നത്. ഈ പറഞ്ഞതുപോലെ സാമ്പത്തികപരമായ സ്രോതസ്സുകൾ ഉണ്ടാവാം, ചിലപ്പോ ചില ബിസിനസ് ഗ്രൂപ്പുകളുടെ താല്പര്യങ്ങൾ ഉണ്ടാകാം, ചിലപ്പോ ഇതിനൊക്കെ ഉപരിയായി
ചിലപ്പോൾ ഇതിനൊക്കെ ഉപരിയായി ഇപ്പൊ ഇവിടെ ഞാൻ രസകരമായി കണ്ടുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. BJP-യും ഇടതുപക്ഷവും ഏതാണ്ട് ഒരേപോലെ KC പക്ഷത്തിനോട് ചായ്വ് കാണിക്കുന്ന രീതിയിൽ പലയിടത്തും അഭിപ്രായങ്ങൾ പറയുന്നു. എന്ന് പറഞ്ഞാൽ ഇതിന്റെയൊക്കെ ഇതൊക്കെ മനസ്സിലാക്കാൻ, അതുപോലെ മനസ്സിലാക്കാൻ കോൺഗ്രസ് പാർട്ടിക്ക് അതിന്റെ യുക്തി മനസ്സിലാക്കാൻ കഴിയുന്നില്ല എങ്കിൽ നമ്മൾ ഇതിനൊക്കെ എന്ത് മറുപടിയെ പറയുക? അതുകൊണ്ട് ജനാധിപത്യ പ്രസ്ഥാനമായിട്ടുള്ള കോൺഗ്രസ് പാർട്ടി, ഞാൻ പറയുന്നത് ഒരു നിമിഷം നേരത്തെ എങ്കിലും ഇതിന് കഴിയണം. അവർക്ക് മുഖ്യമന്ത്രി പ്രഖ്യാപിക്കാനാകണം. മുഖ്യമന്ത്രി പ്രഖ്യാപിക്കാൻ മാത്രമല്ല, മുഖ്യമന്ത്രി ചർച്ച പൂർത്തിയാക്കിയിട്ട് വേണം അടുത്ത മന്ത്രിസഭാ രൂപീകരണത്തിന് ചർച്ച നടത്താൻ. സാധ്യത ഏറെയാണ്. ഒരു സ്പീക്കറെ തീരുമാനിക്കാൻ എന്നാവും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഇപ്പോഴും പ്രതീക്ഷയില്ല ഇതുപോലെ പോവുകയാണെങ്കിൽ. അപ്പൊ നമ്മൾ പറയുന്നത് 18 ദിവസം എടുത്തു കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ശരി, 1 മാസത്തിനുള്ളിൽ ഇതെല്ലാം ഭംഗിയായി പൂർത്തീകരിച്ച ഒരു മന്ത്രിസഭ രൂപീകരിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞാൽ അത്രയും വരെയൊക്കെ വെയിറ്റ് ചെയ്യാൻ ജനങ്ങൾക്കാകും. പക്ഷേ അതിനുള്ള ഉള്ളിൽ ഉണ്ടാക്കുന്ന സകല വിമർശനങ്ങളെയും ഉൾക്കൊള്ളാൻ കൂടി കോൺഗ്രസിനാകണം എന്ന് മാത്രമേ എനിക്ക് പറയാനാവൂ.